ദീപക്, എങ്ങോട്ടേക്കാണ് പരിക്കേറ്റവരെ കൊണ്ടുവരിക എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് ശ്രീ അതുൽ പിള്ള നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ കാര്യത്തിലൊക്കെ എല്ലാവരും സുരക്ഷിതരാണ്, ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെയൊന്നും കൂടുതൽ വിശദാംശം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. മറ്റൊന്ന് തീ പൂർണ്ണമായും അണയ്ക്കുക, ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ അണക്കലിനാണ് ഏറ്റവും പ്രധാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊരു ഗ്രീൻ സിഗ്നൽ അല്ല കിട്ടുന്നത്. അതായത് ഒരു തീ അണയ്ക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ഫലം കാണുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ കപ്പലുകളെ, അതായത് സൈനിക നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡിസ്ട്രോയറായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന അത്രയും സങ്കീർണമായ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ കൊൽക്കത്ത ക്ലാസ് ഷിപ്പായ INS സത്ലജ്. ഈ സത്ലജ് ഏതാണ്ട് 1.5 മണിക്കൂറായി പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തീ അണക്കൽ തന്നെയാണ്. സമാന്തരമായി ഒരു കോസ്റ്റ് ഗാർഡ് ഷിപ്പും ഒരു ഡ്രോണിയർ വിമാനവുമായി ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ തെരച്ചിൽ നടത്തുന്ന ഷിപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ് രക്ഷപ്പെട്ടവരുള്ളത് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഡൽഹിയിലെ ഓപ്പറേഷൻ കമാൻഡിൽ എത്തുന്നു. അവിടെ നിന്നും അതുൽ പിള്ളയ്ക്ക് നൽകുന്നു. അതുൽ പിള്ള അത് ഔദ്യോഗികമായി നമുക്ക് നൽകുന്നു. പക്ഷേ നമ്മൾ 24 പുറത്തുവിട്ട ഈ INS സത്ലജ് പോയി എന്നുള്ള കാര്യം, അത് ഈ മുഖത്ത് ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമം ഫലം കാണുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം 5 ICG കപ്പലുകൾ, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ 5 എണ്ണമുണ്ട്. അതിൽ 4 എണ്ണം കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല ഡ്രോണിയർ വിമാനങ്ങളും നടത്തുന്നുണ്ട്. അതിനൊന്നും തന്നെ ഫലം കിട്ടുന്നില്ല എന്ന സാഹചര്യത്തിലാണ് കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ നിന്നും INS സത്ലജിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഫയർ ഫൈറ്റിംഗ് ഫലം കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് അനുജ. അതാണ് INS സത്ലജ് കൂടി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 4 ഷിപ്പുകൾ, 4 കപ്പലുകൾ കോസ്റ്റ് ഗാർഡിൻ്റേത് കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്തുകയാണ്. അത് അത്ര ഫലപ്രദമല്ല എന്നുള്ളത് കൊണ്ടാണ് INS സത്ലജ് കൂടി പോകുന്നത്. നാവികസേനയുടെ കപ്പലാണ്. കൂടാതെ ഡ്രോണിയർ വിമാനങ്ങൾ, ഇതെല്ലാം ചേർന്ന് ബോട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന് തന്നെ ബോട്ടാണ്. ആ തരത്തിലേക്കൊക്കെയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. അതിനിടെ ബേപ്പൂർ തുറമുഖത്തും ആംബുലൻസ് എത്തുന്നുണ്ട്, ടഗ് ബോട്ടുകൾ എത്തിക്കുന്നു. അങ്ങനെ അവിടുത്തെ ഒരുക്കങ്ങൾ എന്താണ് എന്നത് പറയാൻ മിഥില ബാലൻ തുടരുന്നുണ്ട്. മിഥില, പരിക്കേറ്റവരെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നതിൽ വ്യക്തതയില്ല, പക്ഷേ അത് തയ്യാറായിരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും വന്നിട്ടുണ്ട്. എന്താണ്, ബേപ്പൂർ തുറമുഖത്ത് ആംബുലൻസുകൾ കൂടുതൽ എത്തിക്കുന്നുണ്ടോ? മറ്റെന്തൊക്കെ സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അനുജ, അതെ, കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ട് എത്തിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ ആംബുലൻസാണ് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ 108 ആംബുലൻസ് ആണെങ്കിൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ആംബുലൻസാണ് ഇപ്പോൾ നിലവിലിവിടെ എത്തിച്ചിട്ടുള്ളത്. നേരത്തെ പോർട്ട് ഓഫീസർ പറഞ്ഞതാണ് ഒരു സാധ്യത, അതായത് ഇങ്ങോട്ട് പരുക്കേറ്റവരെ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പോർട്ട് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരമാണ് കൂടുതൽ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കുന്നത്. മാത്രമല്ല ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ അടിയന്തര സേവനങ്ങളും തയ്യാറായിരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. നിലവിൽ ബേപ്പൂർ തുറമുഖത്ത് എത്തിക്കാനുള്ള ഒരു സാധ്യത വിരളമാണ്. അതിന് കാരണമായി പറയുന്ന ഒരു കാര്യം എന്നത് ബേപ്പൂരിൽ നിന്നും 70 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനേക്കാളും അടുത്താണ് മംഗലാപുരവും അഴീക്കലും ഒക്കെ എന്നവർ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സാധ്യത വളരെ വിരളമാണ്. എന്നിരുന്നാൽ പോലും ആ സാധ്യത എന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പരുക്കേറ്റ ആളുകളെ എത്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കാലതാമസവുമില്ലാതെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആംബുലൻസുകൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസുകൾ കൂടുതൽ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപ്രകാരം കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ട് വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ എത്തും എന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ബേപ്പൂർ തുറമുഖത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബേപ്പൂർ തുറമുഖത്തിൻ്റെ ഒരു പ്രതികൂല ഘടകം എന്നത് വലിയ കപ്പലുകൾക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയില്ല. കപ്പൽ ചാലിൻ്റെ ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾ ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് ഡയറക്റ്റ് അടുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 2 ടഗുകൾ കൊണ്ടുവന്ന് അതിലേക്ക് ഉൾക്കടലിൽ എത്തിച്ച് അതിലേക്ക് ഈ പരിക്കേറ്റ ആളുകളെ കപ്പലിൽ നിന്നും മാറ്റി പിന്നീട് തുറമുഖത്തെത്തിച്ച് പിന്നീട് ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള ഒരു സജ്ജീകരണമാണ് ബേപ്പൂരിൽ ഉണ്ടാവുക. ഒരു കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി മറ്റിടങ്ങളിലേക്ക്, അതായത് കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരമുണ്ട്, അഴീക്കലുണ്ട്, ഇവിടങ്ങളിലാണ് സമയലാഭമുള്ളതും വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിക്കാനുള്ള ഒരു സാഹചര്യവുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും ഒരു സാധ്യത എന്ന ഒരു കാര്യം പോർട്ട് ഓഫീസർക്ക് വിവരം ലഭിച്ചതുകൊണ്ട് പോർട്ട് ഓഫീസറെ ഡയറക്റ്റ് ഈ കമ്പനി പ്രതിനിധികളാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അപകടമുണ്ടായി എന്ന് 11 മണിയോടെ കമ്പനി പ്രതിനിധികളാണ് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം അപ്പോൾ മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് ഓഫീസിൽ നിന്നും ഒരു ബോട്ട് പോയിട്ടുണ്ട്. ആ ബോട്ടിൽ 14 ജീവനക്കാരാണുള്ളത്. അവർ പക്ഷേ 11
11:30യോടെയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഈ പറയപ്പെടുന്ന അപകട സ്ഥലത്തേക്ക് 4 മണി 4:30 മാത്രമേ ആ ഒരു സംഘം എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ബേപ്പൂർ തുറമുഖത്തേക്കാണ് ഇവരെ എത്തിക്കുന്നത് എങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനുജ, അതാണ്, ബേപ്പൂർ തുറമുഖത്തേക്ക് എത്താനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായാൽ അവർക്ക് എല്ലാ സഹായവും വൈദ്യസഹായവും നൽകുന്നതിന് വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നു, കൂടാതെ ടഗ് ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. ആ ടഗ് ബോട്ടുകളിൽ വേണം അവരെ എത്തിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ബേപ്പൂരിൽ ഒക്കെ കൃത്യമായി തന്നെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് മിഥില ബാലൻ നൽകിയ വിവരം.